ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പൊട്ടി. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പൊട്ടി. അപ്പൊ ഈ മത്സരത്തിൽ ബാഴ്സലോണ ഫാൻസ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ആദ്യത്തത് ഹാൻസി ഫ്ലിക്കിന്റെ തന്ത്രം തുടക്കത്തിൽ തന്നെ പാളി. ഹാൻസി ഫ്ലിക്ക് എന്തിനാണ് മാർക്കസോഡേനെ ആ ഒരു ഡിഫെൻസീവ് മിഡ് പൊസിഷനിൽ കളിപ്പിച്ചത്? എന്തിനാണ് ആദ്യ ലെവലിൽ കളിപ്പിച്ചത് മാർക്കസോഡേനെ? മാർക്കസോഡ ഒരു മോശം പ്ലെയർ ആണ് എന്നൊരു നിലപാട് എനിക്കില്ല. മാർക്കസോഡ ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ്, വേറെ ലെവൽ പ്ലെയർ ആണ്, അതിലൊരു സംശയമില്ല. കഴിഞ്ഞ സീസണിലെ റയൽ മാഡ്രിഡിനെതിരെ ബാഴ്സലോണ കളിച്ച ആദ്യ മത്സരം കണ്ടിട്ടുള്ളവർക്ക് അറിയാം മാർക്കസോഡ എത്രത്തോളം മികച്ച പ്ലെയർ ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സലോണ ഈ ഒരു മാച്ച് കളിച്ചിരുന്നത് 4-3-3 ഫോർമേഷനാണ്. 4-3-3 ഫോർമേഷനിൽ സിംഗിൾ പിയോട്ടിനെയാണ് ഉപയോഗിക്കേണ്ടത്. മാർക്കസോഡ ഈസ് നോട്ട് എ സിംഗിൾ പിയോട്ട്. മാർക്കസോഡ ഒരു 4-2-3-1 ഫോർമേഷനിൽ ഒരു സപ്പോർട്ടീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. അതായത് മാർക്കസോഡയ്ക്ക് ഒപ്പം ആ ഒരു പിയോട്ട് പൊസിഷനിൽ വേറൊരു പ്ലെയർ കൂടി വേണം. കഴിഞ്ഞ വർഷം മാർക്കസോഡേനെ ഉപയോഗിച്ച ആ ഒരു എൽ ക്ലാസിക്കോ മാച്ച് കണ്ടവർക്കറിയാം ബാഴ്സലോണ കളിച്ചിരുന്നത് 4-2-3-1 എന്ന ഫോർമേഷനിലായിരുന്നു. 2 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പെഡ്രിയും മാർക്കസോഡയും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. 4-3-3 ഫോർമേഷൻ കളിക്കുന്ന സമയത്ത് മാർക്കസോഡേനെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ആ ഒരു പൊസിഷനിലേക്ക് ഫ്രങ്കി ഡിജോങ്ങിനെ ഉപയോഗിക്കണമായിരുന്നു. മാർക്കസോഡ ഒരു സെന്റർ മിഡ്ഫീൽഡറോ അല്ല, അതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ ഉപയോഗിക്കാനേ പാടില്ലായിരുന്നു. പക്ഷെ മാർക്കസോഡേനെ ഉപയോഗിച്ചു. അത് അദ്ദേഹം മനസ്സിലാക്കി. ഹാൻസി ഫ്ലിക്ക് അത് മനസ്സിലാക്കി 37-ാം മിനിറ്റിൽ മാർക്കസോഡയെ മാറ്റുകയും ചെയ്തു. കാര്യമില്ല, കാരണം ആ ഒരു സമയത്തോടെ ആയപ്പോഴേക്കും 3 ഗോളിന് ബാഴ്സ ഡൗൺ ആയി. ഏറെക്കുറെ കളി കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫസ്റ്റത്തെ മിസ്റ്റേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാണുന്നവർക്ക് അത് പെട്ടെന്ന് തോന്നത്തില്ല. പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കസോഡയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടി, മാർക്കസോഡ കുറച്ച് റഫായിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നാണ്. നോ, അത് ടാക്ടിക്കലി വന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം സെക്കൻഡ് ഹാഫ് വരെ ടൈം ഉണ്ടല്ലോ. 37-ാം മിനിറ്റിലാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. കാരണം ടൈം കിടക്കുകയാണ് ഇനിയും. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ 3 ഗോളിന് ഡൗൺ. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ചേഞ്ച് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പക്ഷേ ടാക്ടിക്കലി കൊണ്ടുവന്ന ചേഞ്ചാണത്. അത് വളരെ മണ്ടത്തരമായിരുന്നു സത്യം പറഞ്ഞാൽ. മാർക്കസോഡയെ കളിപ്പിക്കാൻ പാടില്ലായിരുന്നു. മാർക്കസോഡയെ കളിപ്പിച്ചു. അതായത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പിവോട്ടായിട്ട് മാർക്കസോഡയെ കളിപ്പിച്ചു കഴിഞ്ഞാൽ മാർക്കസോഡയ്ക്ക് ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു സപ്പോർട്ടീവ് പ്ലെയർ ആണ് മാർക്കസോഡ. മാർക്കസോഡ സപ്പോർട്ട് വേണം, സപ്പോർട്ടിന് ആളില്ല. ഫ്രങ്കി ഡിജോങ് സെന്റർ മിഡിൽ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രങ്കി ഡിജോങ് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി കളിക്കും. നിങ്ങൾ ബാഴ്സയുടെ ഡിഫൻസിലേക്ക് ബോൾ പോകുന്ന സമയത്ത് മാർക്കസോഡയാണ് അവിടെ ഉള്ളത്. അതിന്റെ ഫ്രണ്ടിലാണ് ഫ്രങ്കി ഡിജോങ് വരുന്നത്. മറ്റേ ഫോർമേഷൻ, അതായത് 4-2-3-1 ഫോർമേഷനിൽ മാർക്കസോഡയും ഒപ്പം വേറൊരു പ്ലെയർ കാണും. ഒരേ ലൈനിൽ രണ്ട് പ്ലേയേഴ്സ് കാണും. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസിയാണ് കസോഡയെ സംബന്ധിച്ച്. പക്ഷേ ഇത് ഒറ്റയ്ക്ക് ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യാൻ കസോഡയ്ക്ക് പറ്റത്തില്ല. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് 37-ാം മിനിറ്റ് അദ്ദേഹത്തെ മാറ്റി പകരം റോബർട്ട് ലെവൻഡോസ്കിയെ കൊണ്ടുവന്നു. റോബർട്ട് ലെവൻഡോസ്കിയെ കൊണ്ടുവന്നതും വളരെ ട്രിക്കി ആയിരുന്നു. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാച്ചിൽ ഞാൻ പ്രതീക്ഷിച്ചത് അറ്റാക്കിങ്ങിൽ ആ ഒരു 3 പൊസിഷനിൽ ഒന്ന് യമാലായിരുന്നു, ഒന്ന് റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു, മറ്റൊന്ന് ഫെറാൻ ടോറസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിൽ മൊത്തത്തിൽ മാറ്റിയിട്ട് ഫെറാൻ ടോറസിനെ ആ ഒരു സെന്റർ ഫോർവേഡായിട്ട് കളിപ്പിച്ചു. അതും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം വിങ്ങറായിട്ട് ഫെറാൻ ടോറസിന് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഫെറാൻ ടോറസിനെ വിങ്ങിലോട്ട് കളിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. 37-ാം മിനിറ്റ് ഈ 2 ചേഞ്ചസ് കറക്റ്റായിട്ട് ഹാൻസി ഫ്ലിക്ക് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും കളി കൈവിട്ടു പോയിരുന്നു. ഇതായിരുന്നു ഹാൻസി ഫ്ലിക്ക് ഈ മാച്ചിൽ ചെയ്തിരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ബാഴ്സയുടെ തോൽവിക്ക് ഒരു പ്രധാന കാരണം എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് ഈ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സലോണയുടെ ഗെയിം സ്റ്റൈലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൈ ലൈൻ ഹൈ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് ബാഴ്സലോണ. ഹൈ ലൈൻ ഹൈ അറ്റാക്കിംഗ് ഫുട്ബോൾ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഡിഫൻസ് ചെയ്യത്തില്ല. ഡിഫെൻഡിങ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് അറ്റാക്കിംഗ് ആണ്. തിരമാല കണക്കെ നിരന്തരം അറ്റാക്ക് ചെയ്യുക, അറ്റാക്കിലൂടെ ഡിഫൻസ് സേഫ് ആക്കുക. അറ്റാക്കിംഗ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നൊക്കെ കേൾക്കത്തില്ലേ? ആ സെയിം പോളിസി യൂസ് ചെയ്യുന്ന, ആ സെയിം ഫോർമുല യൂസ് ചെയ്യുന്ന ഒരു ടീമാണ്, ഒരു ഫോർമേഷനാണ്, ഒരു സിസ്റ്റമാണ് ഈ ഒരു ഹൈ ലൈൻ ഹൈ അറ്റാക്കിംഗ് സിസ്റ്റം. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ച് നിങ്ങൾ തുടരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ അറ്റാക്ക് ഫിനിഷ് ആവണം. ഫിനിഷ് എന്ന് പറഞ്ഞാൽ അവസാനം ഒരു നല്ല ഷൂട്ട്, ഇല്ലെങ്കിൽ ആ ഷൂട്ട് വെളിയിൽ പോയാലും കുഴപ്പമില്ല, അകത്ത് പോയാലും കുഴപ്പമില്ല, കീപ്പർ തടഞ്ഞാലും കുഴപ്പമില്ല, ബ്ലോക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ ബോക്സിനകത്ത് ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീം അത് യൂട്ടിലൈസ് ചെയ്യും. അത്ലറ്റിക്കോ മാഡ്രിഡ് അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചെടുത്തു. അതായത് ബാഴ്സയ്ക്ക് ആ ഒരു ഫിനിഷിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് തന്നെയാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ബാഴ്സയെ സംബന്ധിച്ച് ലെഫ്റ്റ് വിങ് ഈ മാച്ചിൽ ഷട്ട് ഡൗൺ ആയിരുന്നു.
ലെഫ്റ്റ് വിങ്ങിൽ റാഫീനയുടെ ആ ഒരു അഭാവം എടുത്തു കണ്ടു. ലെഫ്റ്റ് വിങ് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി കിടക്കുകയായിരുന്നു. ആ ഒരു പൊസിഷനിൽ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. റൈറ്റ് വിങ്ങിൽ കളിച്ച യമാലാണ് കുറച്ചെങ്കിലും കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന റൈറ്റ് ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചിരുന്ന കൂണ്ടെ, ജുവൽസ് കൂണ്ടെ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നല്ല ക്ലിയറൻസ് നമ്മൾ കണ്ടിരുന്നു, ലൈൻ സേവ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ കൂണ്ടെ ഈ രണ്ട് പ്ലേയേഴ്സിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആണ്. ആ ഒരു ഫസ്റ്റ് 37 മിനിറ്റ് അത് ഫുൾ ഷട്ട് ഡൗൺ ആയിരുന്നു. അതിനുശേഷം ഫെർമിൻ ആ ഒരു പൊസിഷനിലേക്ക് മാറ്റി, ഫെറാൻ ടോറസിനെ ആ ഒരു പൊസിഷനിലേക്ക് മാറ്റി. ഫെറാൻ ടോറസിന്റെ ഭാഗത്ത് നിന്ന് അതിനുശേഷമാണ് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നത്. അതിനു മുമ്പ് ഫെറാൻ ടോറസ് കംപ്ലീറ്റ്ലി ഗെയിമിൽ ഇല്ലായിരുന്നു. ഈ ഒരു മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഴ്സയുടെ 10 പേര് കളിക്കുന്നത് ഒരു ഗെയിമും ഫെറാൻ കളിക്കുന്നത് വേറൊരു ഗെയിമുമാണ്. ഫെറാന് എന്ത് തന്നെ ചെയ്യണമെന്നേ അറിയാൻ പാടില്ല. ഫെറാൻ ടോറസ് ആദ്യം സെൻട്രൽ ഫോർവേഡ് ആയിരുന്നു, പിന്നെ വിങ്ങിലോട്ട് മാറ്റി. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അങ്ങർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഒരു ബോൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, ഒരു ബോൾ പ്രോപ്പറായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു ഫോർവേഡ് എന്ന നിലയിൽ ഒന്നും ഈ മാച്ചിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഈ ഒരു മാച്ചിൽ ഇത് ഹാൻസി ഫ്ലിക്ക് ഇറക്കിയിട്ടുള്ള ടീമിന് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഫോർമേഷന്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ പൊസിഷനിങ്ങിന്റെ കാര്യത്തിലായാലും പോലും. അതായത് നമ്മൾ ആ ഒരു 37-ാം മിനിറ്റിൽ ആ ചേഞ്ച് വരുന്നുണ്ട്. അതായത് റോബർട്ട് ലെവൻഡോസ്കി സെൻട്രലിൽ വരുമ്പോൾ താൻ കളിക്കേണ്ട വിങ്ങിലാണെന്ന് മനസ്സിലാക്കിയിട്ട് വിങ്ങിലോട്ട് മാറുന്ന ഫെറാന് ആദ്യ പകുതിയിൽ മാറിയിട്ടില്ല വിങ്ങിലോട്ട്. സെക്കൻഡ് ഹാഫിലാണ് അവൻ ആ മനസ്സിലാക്കിയിട്ട് വിങ്ങിലോട്ട് മാറുന്നത്. ഫസ്റ്റ് ഹാഫിൽ വിങ്ങിലോട്ട് മാറിയിട്ടില്ല. റോബർട്ട് ലെവൻഡോസ്കി കുറച്ച് ബാക്കിലായിട്ട്, അതായത് സെക്കൻഡ് സ്ട്രൈക്കറിനെ പോലെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴാണ് ആ ഒരു ഫോർമേഷൻ കറക്റ്റായിട്ട് സെറ്റായത്. അതായത് ആദ്യ 11-ൽ തന്നെ ഈ ഒരു മാറ്റം ബാഴ്സയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ബാഴ്സ ഈ രീതിയിൽ കളിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഒരു ഡിസാസ്റ്റർ എന്ന രീതിയിലേക്ക് ഈ മാച്ച് പോകത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ബാഴ്സയെ സംബന്ധിച്ച് ഈ ഒരു മാച്ച് എൻറ്റയർലി പോകാനുള്ളൊരു മെയിൻ കാരണം ബാഴ്സയുടെ അറ്റാക്കിങ് എന്ന് പറയുന്നത് അറിയാലോ, തിരമാല കണക്ക് അറ്റാക്ക് ചെയ്താൽ മാത്രമേ ഡിഫെൻഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ അറ്റാക്ക് പൂർത്തിയാക്കാൻ പറ്റണം, അത് ഒരു ഫിനിഷ് ചെയ്യാൻ പറ്റണം. ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അത് റിട്ടേൺ വരും. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു മാച്ച് കണ്ടിട്ടുള്ളത്. റിട്ടേൺ വന്നു, 4 ഗോളായി. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ബാഴ്സ താരങ്ങൾക്ക് ബോൾ നിൽക്കുന്നേ ഇല്ല. ഒരു പ്ലെയറിനെ കൺട്രോൾ കിട്ടുന്നില്ല, ഒരു പ്ലെയറിനെ ക്ലിയർ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. പാസ്സൊക്കെ ബൗൺസായി പോകുന്നു. കീപ്പറിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അത് കീപ്പറിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് പറയാനേ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ആ ബോൾ എന്താണ് അത്രയും ബൗൺസ് ആകുന്നത് അറിയാൻ വയ്യ. ബാഴ്സ കളിക്കുന്നതും അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കുന്നതും ഒരേ ഗ്രൗണ്ടിലാണ്. പക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന സമയത്ത് ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. ബാഴ്സയ്ക്ക് പ്രോപ്പർ പാസ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് ആ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബോൾ റിസീവ് ചെയ്യുന്നതിൽ ഇപ്പോൾ 1-2 പ്ലേയേഴ്സിന് ഒരു മാച്ചിൽ ഇതുപോലത്തെ സിറ്റുവേഷൻ ഒക്കെ വരും. പക്ഷേ ഇത് എൻ്റയർ ടീം ഇതാണ് പ്രശ്നം. ആർക്കും തന്നെ ബോൾ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ബോൾ എങ്ങനെയാണ് വരുന്നതെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു മാച്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ജുവാൻ ഗാർഷ്യ, അതായത് ബാഴ്സയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ജുവാൻ ഗാർഷ്യയെ കുറേ പേര് ട്രോളുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമലി കോമൺ ആയിട്ട് ഈ ഗ്രൗണ്ടിൽ പറ്റുന്ന ഒരു സംഭവമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബൗൺസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ആ ബോൾ കാലിലേക്ക് വരുന്നത്. ജുവാൻ ഗാർഷ്യയുടെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഡിഫൻസീവ് മിഡ് പൊസിഷനിലേക്ക് കൈഫയുടെ കൊണ്ടുവന്നതാണ് യഥാർത്ഥത്തിൽ പറ്റിയിട്ടുള്ള പ്രശ്നം. അവിടെ 2 പ്ലേയേഴ്സ് വന്നിരുന്നെങ്കിൽ ഓൾറെഡി നമുക്ക് തോന്നും 2 പ്ലെയർ ഉണ്ടല്ലോ, ഒരാള് ഫ്രങ്കി ഡിജോങ് ഉണ്ടല്ലോ, കൈഫയുടെ ഉണ്ടല്ലോ. പക്ഷെ ഗെയിമിൽ കൈഫയുടെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രണ്ടിലായിട്ടാണ് ഫ്രങ്കി ഡിജോങ് ഉണ്ടായിരുന്നത്. ആ കളി കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത്. അപ്പോൾ 2 പേരും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ ഫോർമേഷൻ മാറ്റിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഡിഫൻസും കുറച്ചുകൂടെ സ്റ്റേബിൾ ആവുമായിരുന്നു. പക്ഷേ അതല്ല അവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ ഒരു മാച്ച് കൈവിട്ട് പോകാനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയേണ്ടി വരും. 4ാമത്തെ പോയിന്റ്, ഒട്ടും ഡെപ്ത് ഇല്ലാത്ത, ഞാൻ വീണ്ടും പല വീഡിയോസിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒട്ടും ഡെപ്ത് ഇല്ലാത്ത ഒരു സ്ക്വാഡാണ് ബാഴ്സയ്ക്കുള്ളത്. സ്ക്വാഡ് ഇല്ല ബാഴ്സയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 15 പേര് അത്രേ ഉള്ളൂ, 15-16 പേര് അവരെ തന്നെ മാറ്റി കളിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ബാഴ്സയെ സംബന്ധിച്ച് ഫോർവേഡിൽ രണ്ട് ഇഞ്ചുറി കേസസേ വന്നിട്ടുള്ളൂ. ലെഫ്റ്റ് വിങ്ങർ ഇപ്പം ഇല്ല, ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ ഇല്ല. സെൻറ്റർ ഫോർവേഡിൽ ആകെ ഉള്ളത് 2 പേരാണ്. ആ 2 പേരെയും കളിപ്പിച്ചു.
രണ്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ, ഞാൻ ഞാൻ പറഞ്ഞുതരാം. അതായത് 3 ഫോർവേഡ്സ് ആണ് ആ ഒരു ഫോർവേഡ് ലൈനിലുള്ളത്. ഇനി അത് കഴിഞ്ഞ് ഇവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ സൈഡിൽ ഉള്ളത് ആ ഒരു റൂണി മാത്രമാണ്. ഇതല്ലാതെ വേറെ ആരുമില്ല. വേറെ അതായത് പ്ലേയേഴ്സ് വേണമെന്നേ. ഒരു ടീമിനെ സംബന്ധിച്ച് ഫോർവേഡിൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. ഒരു 2 പ്ലെയറിന് ഇഞ്ചുറി പറ്റിയത് ഫോർവേഡ് മൊത്തത്തിൽ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിക്കുക. ഞങ്ങൾക്ക് പ്ലെയർ തീർന്നു, ഞങ്ങളുടെ എത്ര പേര് ഇഞ്ചുറി നേട്ട 2 പേര് ഇഞ്ചുറി. ഫോർവേഡിൽ 2 പേരാണ് ഇഞ്ചുറി, പക്ഷെ അവിടെ കളിപ്പിക്കാൻ ആളില്ല. 3 കളിപ്പിച്ചു, ഇനി ഇറക്കാൻ ആളില്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. അപ്പൊ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സ്ക്വാഡ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ചെയ്യുക, ഈ ഒരു അതായത് ആഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ ബാഴ്സയെ സംബന്ധിച്ച് ഇനിയും പ്ലേയേഴ്സിന്റെ ആവശ്യമുണ്ട്. ലെഫ്റ്റ് വിങ് ആയാലും ശരി, സെന്റർ ഫോർവേഡിലേക്ക് മസ്റ്റ് ഒരു സെന്റർ ഫോർവേഡിനെ അവർ സൈൻ ചെയ്തേ പറ്റുള്ളൂ. അത്ലറ്റിക്കോ മാഡ്രിഡിനെ നോക്കുക, അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇറക്കാൻ ആളുണ്ട്. എത്രയോ പ്ലേയേഴ്സിനെ അവർക്ക് ഇറക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇറക്കാൻ തന്നെ ആളില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ ഒരു മാനേജ്മെന്റിന്റെ പ്രശ്നമാണിത്. അവര് പ്രോപ്പറായിട്ട് അറിയാലോ, ഫിനാൻഷ്യൽ ഇഷ്യൂസും എല്ലാം പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ആ ഒരു ഒട്ടും ഡെപ്ത് ഇല്ലാത്ത ഒരു കുറച്ച് പ്ലേയേഴ്സ് മാത്രമുള്ള ഒരു സ്ക്വാഡാണ്. ഈ ഒരു സ്ക്വാഡിനെ വെച്ചിട്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അതും 2 പ്രധാന താരങ്ങളുടെ ഇഞ്ചുറി വന്നിരുന്നു ഫ്രണ്ടില്. പിന്നെ പെഡ്രി ഓൾറെഡി ഇഞ്ചുറിയാണ്. പെഡ്രി ഇല്ല, 2 മെയിൻ പ്ലേയേഴ്സ് ഫ്രണ്ടിൽ കളിക്കാൻ പറ്റുന്ന 2 പ്ലേയേഴ്സും ഇല്ല. അപ്പോൾ സ്ട്രഗിൾ ചെയ്യും, നോർമലാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ലെഗ് മാച്ചിൽ 4 ഗോൾ തിരിച്ചടിക്കാൻ ബാഴ്സയ്ക്ക് പറ്റുമോ? നിലവിലെ ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇഞ്ചുറി ആയിട്ടുള്ള ഒരു 3 പ്ലേയേഴ്സ് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാഴ്സയെ സംബന്ധിച്ച് 4 ഗോൾ അടിക്കുക എന്ന് പറയുന്നതൊന്നും അത്ര കഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ വാങ്ങും, അതല്ലേ പ്രശ്നം. എത്ര വേണേ അടിച്ചോളും, പക്ഷെ തിരിച്ചു വാങ്ങും, അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ 4 ഗോൾ അടിക്കുക എന്ന് പറയുന്നതൊന്നും അത്ര കഷ്ടമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവർ കൺസീഡ് ചെയ്യും. ഇവരുടെ ഡിഫൻസ് ആയാലും ശരി, ഇവരുടെ ഒരു സിസ്റ്റം, എൻ്റയർ സിസ്റ്റം അങ്ങനെയാണ്. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സ 5 ഗോളിന് ജയിച്ചാലും ശരി, 5 ഗോളിന് തോറ്റാലും ശരി, നിങ്ങൾ അത്ഭുതപ്പെടുകയോ വേണ്ട. കാരണം അവരുടെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് വർക്കാകുന്നത്. അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഗോളുകൾ കൺസീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാച്ച് അവർ ജയിക്കും. അത് ഒരു കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. അതായത് ഹൈ ലൈൻ ഹൈ അറ്റാക്കിങ് സിസ്റ്റം കളിപ്പിക്കുന്ന എല്ലാ ടീമും ഓൾമോസ്റ്റ് സെയിം ആണ്. അവരെ സംബന്ധിച്ച് അറ്റാക്കിംഗ് ആണ് അവരുടെ ഡിഫൻസ്. അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർന്നു. ഈ ഒരു മാച്ചിൽ അതായിരുന്നു പറ്റിയത്. അറ്റാക്കുകളിൽ ഒരു 50% അറ്റാക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രമല്ല ലെഫ്റ്റ് വിങ് ഷട്ട് ഡൗൺ, അവിടെ കളിയില്ല. അങ്ങനത്തെ വന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രശ്നം വന്നത്. അത് കറക്റ്റായിട്ട് ഡിയോഗോ സിമിയോണിയുടെ പിള്ളേര് യൂസ് ചെയ്തു. സിമിയോണി ഈ മാച്ചിൽ ഫയറായിരുന്നു. പറന്നൊക്കെ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് നൽകുന്ന നമ്മൾ കണ്ടിരുന്നു. നോർമൽ അങ്ങനെയാണ്. സിമിയോണിയെ സംബന്ധിച്ച് അദ്ദേഹം 2-3 ഗോളിന് ഡൗൺ ആണെങ്കിൽ മാത്രമേ അദ്ദേഹം ഡൗൺ ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു ഗോളിന് മുന്നിട്ട് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ സിമിയോണി കത്തും ആ ഒരു സൈഡിൽ നിന്നിട്ട്. അപ്പോൾ അത് തന്നെയാണ് അവസാനം ആ ഒരു റെഡ് കാർഡ് ഉണ്ടല്ലോ, ഗാഴ്സയുടെ റെഡ് കാർഡ്, അത് റെഡ് കാർഡാണ്. അത് അതിൽ ചോദ്യം പറയൊന്നുമില്ല. അത് ഫൈനൽ മാനെയാണ് വീഴ്ത്തിയിട്ടുള്ളത്, റെഡ് കാർഡാണ്. അതിന് എന്തിനാണ് ആദ്യം യെല്ലോ കാർഡ് നൽകിയതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോഴും. പിന്നീട് അത് VAR ചെക്ക് ചെയ്തിട്ടാണ് റെഡ് കൊടുക്കുന്നത്. ഡയറക്റ്റ് റെഡ് കാർഡ് ഇൻസിഡന്റ് ആണ്, അതിൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. പക്ഷെ അത് യെല്ലോ കാർഡാണ് കൊടുത്തത്, VAR ഉള്ളതുകൊണ്ട് റെഡായി. അപ്പോൾ അടുത്ത ലെഗ് മാച്ചിൽ ബാഴ്സയ്ക്ക് തിരിച്ചു വരാൻ പറ്റുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോസിലൊക്കെ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു 4 കാര്യങ്ങൾ, 4 പോയിന്റ്സ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.